ഞാനേ ഈ റോഡിന് വന്നിട്ട് കുറേ കാലമായി, പരപ്പനങ്ങാടിയിലേക്ക് വന്നിട്ട് കുറേ കാലമായി. അപ്പോൾ തിരൂരങ്ങാടി വഴി ഇങ്ങനെ വന്നപ്പോൾ ഞാനൊരാളെക്കുറിച്ച് ആലോചിച്ചു. നമ്മൾ വായിച്ച ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ചില മനുഷ്യരുണ്ടാവും അല്ലേ? എല്ലാവരും ഒന്നും ഉണ്ടാവില്ല, ചിലർ. അങ്ങനെ ഒരാളുണ്ട് നമുക്ക്. അദ്ദേഹം ജീവിച്ച മണ്ണിലൂടെയായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ വന്നത്. ചേരൂർ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമല്ലേ ചേരൂർ? ചേരൂരിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ? അതിൽ ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ആരുമില്ല. ചേരൂരിൻ്റെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലും വരുന്ന ആൾക്കാരുണ്ടോ? വേങ്ങര അടുത്താണല്ലേ ചേരൂർ? വേങ്ങര എന്തായാലും ഉണ്ടാവും അല്ലേ? ചേരൂരിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുദ്ധം പോലെയൊന്നും വിചാരിക്കരുത്. നമ്മുടെ നാട്ടിലുള്ള കത്തിയും പിന്നെ കൊടുവാളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ചെറിയ കലാപമായിരിക്കും. അപ്പോൾ അതിൽ ഒരു ഭാഗത്തുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരും ആ നാട്ടിലുള്ള സമ്പന്നരുമായിരുന്നു. മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നത് ദളിതരും ദരിദ്രരുമായ മനുഷ്യരായിരുന്നു. ഒരു ഭാഗത്ത് ആ നാട്ടിൽ ഏറ്റവും പണമുള്ള ആളുകളും അവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരും. ഒരു ഭാഗത്ത് ആ നാട്ടിലുള്ള ദളിതരാണ്, പിന്നെയോ ഏറ്റവും ദരിദ്രരായ ആളുകളോ. 1844 ഇത് നടക്കുന്നത്. രസമതല്ല. ആ യുദ്ധത്തിലേക്ക് ഒരാൾ അയാളുടെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട്. കുതിരപ്പുറത്ത് വരുമ്പോൾ അയാളുടെ മുഖം മറച്ചിട്ടുണ്ട്, കണ്ണ് മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ. അങ്ങനെ മുഖം മറക്കാനുള്ള കാരണം അത് അദ്ദേഹമാണ് എന്ന് അറിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആദ്യം അദ്ദേഹത്തെ കൊല്ലും. കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഖം മറിച്ചിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് വരുന്നത്. അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് നല്ല വെട്ടൊക്കെ കിട്ടി. നെറ്റിയുടെ ഭാഗത്ത് വെട്ട് കിട്ടി, അതേപോലെ വയറിന് വെട്ട് കിട്ടി, മുട്ടിൻ്റെ ഭാഗത്ത് വെട്ട് കിട്ടി. അങ്ങനെ വലിയ പരിക്കുകളോടെയാണ് അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നത്. അതിലേറെ സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? ആ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ മുറിവുകൾ കാരണം അദ്ദേഹത്തിന് വലിയ അസുഖങ്ങൾ വന്നു, പനിയൊക്കെ വന്നു. ആ പനി അങ്ങനെ ഒരു വർഷത്തോളം തുടർന്നു. പിറ്റേ വർഷം ആ കാരണം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. അത്ഭുതം എന്താണെന്നറിയോ? മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 93 വയസ്സാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരിക്കും? 92 വയസ്സ്. 93ാമത്തെ വയസ്സിൽ 1845 അദ്ദേഹം നിങ്ങളുടെ ഈ മണ്ണിൽ മരിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ആ പേര് കേട്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് മമ്പുറം തങ്ങൾ എന്നാണ്. അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്ന് പറയുന്നത് ഇതാണ്. അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ആ പള്ളിയിലിരുന്നാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രിയപ്പെട്ട ആളായിരുന്നില്ല അദ്ദേഹം. എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. എല്ലാ മനുഷ്യർക്കും പ്രിയപ്പെട്ട തങ്ങളായിരുന്നു, തങ്ങളിപ്പാപ്പയായിരുന്നു. അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ നിയോഗമാണ്. ഈ ഭൂമിയിലേക്ക് ഇത്രയും കാലം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, ആയുസ് കിട്ടി വന്നത് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ബോധമുണ്ട്. അതാണ്. ആ ബോധമില്ലെങ്കിൽ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു.
അതാ ഇതിലിങ്ങനെ വന്നപ്പോൾ ആലോചിച്ചത്, ഒരു ചിത്രം പോലും, ഒരു ഫോട്ടോ പോലും ബാക്കിയില്ല. മകൻ്റെ ഫോട്ടോ ഉണ്ട്. സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മരിക്കുന്നത് തുർക്കിയിൽ വെച്ചിട്ടാണ്. തുർക്കിയിലെ ഇസ്തംബൂളിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നാട് കടത്തിയതാണ്. പക്ഷേ ചെന്നെത്തിയത് എവിടെയെന്നറിയാം? യമനിലെ രാജാവിൻ്റെ ഉപദേശകനായിട്ടാണ് എത്തുന്നത്. യമനിൽ നിന്ന് പിന്നെ മസ്കറ്റിലേക്ക് പോകുന്നു, മസ്കറ്റിൽ നിന്ന് തുർക്കിയിലേക്ക് പോകുന്നു. മസ്കറ്റിലെ ഒമാനിലെ ഒരു ലോഫാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഗവർണറായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ തുർക്കിയിലെത്തുന്നത്. തുർക്കിയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബർ കാണാൻ വേണ്ടി മാത്രം തുർക്കിയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തോടുള്ളൊരു സ്നേഹം എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ടാണ് ആ മണ്ണിലൂടെ ഇങ്ങനെ വന്നപ്പോൾ ആ മനുഷ്യനെ ഓർത്തത്. നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ്, ഈ കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ഈ പരപ്പനങ്ങാടിയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ ഈ പരപ്പനങ്ങാടിയിലൂടെ നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മക്കളുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഒരു കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് വെറുതെ സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ ആ കാറിലുള്ള മക്കൾക്കും പ്രിയപ്പെട്ട മനുഷ്യനുമൊക്കെ വേണ്ടി നിങ്ങൾ ഈ കോളേജ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയണ ഒരു വാക്കുണ്ടാവും. എന്താ പറയുക? ഞാൻ ഇവിടെയായിരുന്നു പഠിച്ചത്, ഇവിടെയായിരുന്നു അമ്മ പഠിച്ചത്, അല്ലെങ്കിൽ ഇവിടെയായിരുന്നു ഉമ്മയുടെ ഡിഗ്രി കാലം, ഇവിടെയായിരുന്നു ഉപ്പയുടെ ഡിഗ്രി കാലം, പി ജി കാലം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ കോളേജിൻ്റെ നേരെ ഇങ്ങനെ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളെ വരുള്ളൂ. നിങ്ങളിവിടെ 3 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ വർഷങ്ങൾ മുഴുവനും നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളെ വരുള്ളൂ. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. അത്രയാണ്. അടുത്ത നിമിഷം മരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ ഈ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളെ വരുള്ളൂ. ഇത്രയും കാലത്തെ ആയുസ്സിൽ മുഴുവനും സമ്പാദിച്ചതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളെ വരുള്ളൂ. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല, മുന്തിയ മാത്രകൾ മാത്രം എന്ന് നമ്മുടെ പഴയ ഒരു കവി പറയുന്നുണ്ട്. മർത്യായുസ്സിൽ സാരമായത്, മർത്യൻ്റെ ജീവിതത്തിൽ ആകെ മീനിങ് ഫുൾ ആയിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ, ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മുന്തിയ കുറച്ച് സന്ദർഭങ്ങൾ മാത്രമാണ്. അത്രയേ ഉള്ളൂ. കുറച്ച് മൊമെൻറ്റ്സ്. നമ്മുടെ പേരെന്നെ മർത്യൻ എന്നാണ്, കേട്ടില്ലേ? മർത്യൻ അല്ലേ? മനുഷ്യൻ എന്ന് പറയുന്ന പോലെ പറയുന്ന പേരാണെന്ത്? മർത്യൻ. സംസ്കൃതമാണ്. എന്താണ് മർത്യൻ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? മൃത്യു ഉള്ളവനാണ് മർത്യൻ. മൃത്യു എന്താ? മരണം. മൃത്യു ഉള്ളവനാണ് മർത്യൻ. എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? അങ്ങനെ പോകുന്നു എന്നാണ് പറയുക. അങ്ങനെ കഴിയുന്നു എന്നല്ലേ പറയുക? അങ്ങനെ കഴിയുന്നു എന്നാണ് പറയുക. അങ്ങനെ തുടങ്ങുന്നു എന്നല്ല. കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആകെയുള്ള കുറച്ച് ആയുഷ്കാലത്തിൽ മനുഷ്യർക്ക് ആകെ സമ്പാദ്യമുള്ളത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് കുറച്ച് നിമിഷങ്ങൾ, പിന്നെ കുറച്ച് മനുഷ്യർ. പരപ്പനങ്ങാടിയിലെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഖേദമായി തീരുന്നത് ആ മനുഷ്യരെ വേർപിരിയുന്നല്ലോ എന്നോർത്തിട്ടായിരിക്കും. ആദ്യമായി വരുമ്പോഴും അവസാനമായിട്ട് പോകുമ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ വേദനിക്കുന്ന ഒരേ ഒരു സ്ഥലമുള്ളത് ക്യാമ്പസാണ്. ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, ഒരു പരിചയമില്ലാത്ത മുഖങ്ങളാണ്. അതിൻ്റേതായ ഒരു തരം പേടിയൊക്കെ ഉണ്ടാവും, അതിൻ്റേതായ ഒരു പ്രയാസം ഉണ്ടാവും. അവസാനം പോകുമ്പോഴോ അപ്പോഴും പ്രയാസം ഉണ്ടാവും. അതെന്താ? ഇവിടെയുള്ളൊരു മണൽത്തരിയെപ്പോലെ നമുക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ്.
സോമൻ കടലൂർ എന്നൊരു കവിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കേണ്ട കവിയാണ്, അടിപൊളി കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്, കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കുറേ സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ വേർപിരിയാണ്, ബ്രേക്കപ്പാണ്. അതുകൊണ്ട് നമുക്ക് സമ്മാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. അതാണ് കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം. എന്തൊക്കെയാ സമ്മാനങ്ങൾ? കൊക്കുരുമ്മുന്ന അരയന്നങ്ങളുടെ സ്ഫടികശില്പം, കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന, വൈരക്കല്ല് പതിച്ച മോതിരം, പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം, പിറന്നാളിന് കൈമാറിയ ഉടുപ്പുകൾ, എല്ലാം പരാതികളില്ലാതെ പരസ്പരം കൈമാറാം. പക്ഷേ തിരിച്ചേൽപ്പിക്കാനാവില്ല. സ്നേഹം കൊടുത്തപ്പോഴും എടുത്തപ്പോഴും കോരിത്തരിച്ച നിമിഷങ്ങളെ. ആ നിമിഷങ്ങൾ എന്തു ചെയ്യും? ആ നിമിഷങ്ങളാണ് ആയുസ്. അതാ, നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാവരും സോഷ്യോളജി പഠിക്കുന്ന ആൾക്കാരാ? എല്ലാവരും? ഞാനും സോഷ്യോളജി പഠിച്ച ആളാണ്. അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സൊസൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു അറിവാണ്, മനുഷ്യനെ അല്ല, സമൂഹത്തെ. ഒരു പ്രസംഗം എപ്പോഴാണ് നന്നാവുക എന്നറിയോ? ഒരു പ്രസംഗം നന്നാവുന്നത് അത് പ്രസംഗം ആവാതിരിക്കുമ്പോഴാണ്. അപ്പം നമ്മൾ രണ്ടാളിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് സംസാരിക്കുക? ഒരാൾ പ്രസംഗിക്കുമോ? അതേപോലെയല്ലേ കുറേ ആളോട് സംസാരിക്കുമ്പോഴും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ പോരെ, എന്തിനാണ് പ്രസംഗിക്കുന്നത്? പക്ഷേ ഈ സാധനം വരുമ്പോൾ നമ്മളറിയാതെ ഒരു പ്രസംഗ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വക്കീലായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ പ്രസിദ്ധനായ ഒരു വക്കീലായി മാറി, ഒരു അഡ്വക്കേറ്റായി മാറി. അദ്ദേഹത്തിന് സ്വന്തമായി വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു, പേരെഴുതി വെച്ച വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഫീസ് വാങ്ങുന്ന വക്കീലായിരുന്നു. കുറേ കാലം അദ്ദേഹം അങ്ങനെ ജീവിച്ച് അത്യാവശ്യം പൈസയൊക്കെ അദ്ദേഹം സമ്പാദിച്ച്, ഇനിയും എത്ര പൈസ വേണമെങ്കിലും അദ്ദേഹത്തിന് സമ്പാദിക്കാമായിരുന്നു. പക്ഷെ അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, ഇങ്ങനെ പോയാൽ പോരല്ലോ, ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയുള്ള ജീവിതമല്ലേ, അത് മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് കൂടി കുറച്ച് ജീവിക്കണം എന്ന് തീരുമാനിക്കുക. കാരണം അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ അങ്ങേയറ്റം മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്ന കാലമായിരുന്നു. അതുകൊണ്ടാണ് അവർക്കൊരു നേതാവില്ല, അവരെ ഏകോപിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു നേതാവില്ലായിരുന്നു. ഇത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരിക. നാട്ടിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം ആദ്യം കാണാൻ പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയെ ആയിരുന്നു. ഗോഖലെയോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടത് ഉണ്ടോ? അപ്പം ഗോഖലെ എന്താ പറഞ്ഞതെന്നറിയോ? രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആദ്യം മനുഷ്യന്മാരെക്കുറിച്ച് പഠിക്കൂ, ഇന്ത്യയിലെ നാനാവിധമുള്ള സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കൂ, അതിന് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോകൂ. ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന ഗോഖലെയുടെ നിർദ്ദേശം സ്വീകരിച്ച് ഈ മനുഷ്യൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. ഒരുപാട് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. മിക്കവാറും പുഴയുടെ കരകളിലൂടെയാണ് സഞ്ചരിച്ചത്. കാരണം അവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മധുരയിലൂടെ ഇങ്ങനെ പോവുക, വൈഗാ നദിയുടെ തീരത്തുകൂടെ പോവുക. നല്ല വെയിലുള്ള സമയമാണ്, നല്ല ക്ഷീണിച്ച സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരാഗ്രഹം പുഴയിലേക്ക് ഇറങ്ങിയിട്ടൊന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാമെന്ന്. അപ്പോൾ കൂടെയുള്ള സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അവരോടൊക്കെ പറഞ്ഞു, എനിക്കൊന്ന് പുഴയിൽ ഇറങ്ങിയിട്ട് മുഖം കഴുകണം എന്ന് പറഞ്ഞു. അവിടെ ആരെങ്കിലും കുളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് പോയിട്ട് നോക്കൂ.
അപ്പോൾ കുറച്ച് സ്ത്രീകൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട്, അവർ കുളി കഴിഞ്ഞ് കയറിയിട്ട് ബാപ്പുവിന് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ കയറി വരുന്നത് വരെ കാത്തിരിക്കുക. പക്ഷെ അവർ വരുന്നില്ല. കുറേ സമയമായിട്ടും ആ സ്ത്രീയുടെ കുളി തീരുന്നില്ല. അപ്പോൾ ഈ കൂടെയുള്ള ആളുകൾ ചെന്നിട്ട്, സ്ത്രീകൾ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ കയറി വരാത്തത്? അപ്പോൾ അതിനൊരു കാരണം അവർ പറഞ്ഞു. ആ കാരണം അവർ ഇദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് കുളിച്ചിട്ട് കയറി വരാത്തത് അറിയോ? കുളിച്ചിട്ട് കയറി വരാത്തത് ഉടുത്ത വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണ്. ഉടുത്ത വസ്ത്രം അലക്കിയിട്ട് അവിടെ ഉണക്കാനിട്ടിരിക്കുക. എന്നിട്ട് ആ പുഴയിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വേറെ വസ്ത്രമില്ല. അപ്പോൾ ഇത് ഉണങ്ങുന്നത് വരെ ആ പുഴയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുക ചെയ്യുക. ഇതാണ് പതിവ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു സ്ത്രീയാണ് കുളിക്കുന്നത് എന്ന് ഈ മനുഷ്യൻ അറിഞ്ഞു. അദ്ദേഹം മറ്റേ കോട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. പഴയ വക്കീലല്ലേ, പ്രസിദ്ധനായ വക്കീലല്ലേ. അപ്പോൾ ആ വസ്ത്രത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രമില്ലേ, മേൽവസ്ത്രം അഴിച്ചിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ. അയാളുടെ കണ്ണൊക്കെ അങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ആ നിമിഷം അദ്ദേഹം തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ആ നിമിഷം വൈഗാനദിയുടെ കരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:15 ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നും മേൽക്കുപ്പായം ഉണ്ടാവില്ല. അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. ഈ അവനവനിൽ നിന്നുള്ള ഒരു വളർച്ചയാണ് ശരിക്കും സമൂഹത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ച്, സമൂഹത്തിൻ്റെ ശീലങ്ങളെക്കുറിച്ച്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഈ അവനവനിൽ നിന്നുള്ള ഒരു വളർച്ചയാണ്. എൻ്റെ ഒരു മാസ്റ്ററുണ്ട്, ഒരു ഗുരുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു ദിവസം രാത്രി മാനന്തവാടിയിലേക്ക് KSRTC ബസ്സിൽ പോവാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ട് നിർത്തുട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാം. അപ്പോൾ അദ്ദേഹം പറയുക, മാനന്തവാടിയിലേക്ക് പോവാം ബസ്സിൽ, KSRTCയിൽ. അപ്പോൾ അദ്ദേഹം ഏറ്റവും പിറകിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട് ബസ്സിൽ, എല്ലാ സീറ്റിലും ആളുണ്ട്. ആ സമയത്ത് ചുരം കയറുന്നതിനിടയിൽ ഒരു സീറ്റിലിരിക്കുന്ന ആൾ ഛർദ്ദിച്ചു. ആൾക്കാകെ വിമ്മിഷ്ടുണ്ടായിട്ട് ഛർദ്ദിച്ചതോടെ ആ സൈഡിലുള്ള മുഴുവൻ ആളുകൾ എഴുന്നേറ്റു. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരും വരുന്ന പോലുമില്ല. എല്ലാവരും ഇങ്ങനെ ഒരു അനിഷ്ടത്തോടെ മാറി നിൽക്കുകയാണ്. ഇതാര് കാണുകയാണ്? ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഇദ്ദേഹം കാണുക. പക്ഷേ ഈ ഛർദ്ദിച്ച മനുഷ്യൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നിട്ട് അയാളെ പുറത്ത് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. അയാൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന വെള്ളം കണ്ടാലറിയാം ഇയാൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. ആ കുപ്പിയൊക്കെ ഇല്ല, അങ്ങനത്തെ കുപ്പിയാണ്. ഇതേപോലെ ഒരു കുപ്പിയാണ്, നമ്മുടെ പീടിയിൽ നിന്ന് വാങ്ങിയ കുപ്പിയല്ല. അപ്പോൾ ആ കുപ്പിയിലുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്, ഈ ഛർദ്ദിച്ച മനുഷ്യന്. എന്നിട്ട് അവിടെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഒരു പേപ്പർ വിരിച്ചിട്ടൊക്കെ വൃത്തിയാക്കുന്നു. ഇദ്ദേഹത്തെ കംഫർട്ടാക്കിയിട്ട് മാറ്റുന്നു ഈ ആൾ ആരാന്നറിയോ? ഈ ആൾ ആ ബസ്സിലെ കണ്ടക്ടറാണ്. ചെറുപ്പക്കാരനാണ്, അധിക കാലമൊന്നും ആയിട്ടുണ്ടാവില്ല ഇവന് കണ്ടക്ടർ ജോലി കിട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ മാഷ് ഇത് കണ്ടിട്ട് ഇങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുക. ഇവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, ഇവനൊന്ന് കെട്ടിപ്പിടിക്കെങ്കിലും ചെയ്യണമല്ലോ, ഇതൊക്കെയാണ് മാഷ ആലോചിക്കണത്. പക്ഷെ മാഷിക്കൊരു നാണം, ഈ ആൾക്കാരിടയിൽ നിന്ന് ചെയ്യാനൊരു മടി.
എന്നാൽ അഭിനന്ദിക്കെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി, പക്ഷേ ചെയ്തില്ല. ബസ് മാനന്തവാടിയിലെത്തി. ആ ബസ്സിലുള്ള മുഴുവൻ ആളുകൾ ഇറങ്ങി, മാഷ് മാത്രമേ ഇറങ്ങിയില്ല. കാരണം മാഷിക്ക് ഇവനോട് എന്തെങ്കിലും ഒന്ന് പറയണം, ഈ കണ്ടക്ടറോട് എന്തെങ്കിലും ഒരു സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പം കണ്ടക്ടർ ഇങ്ങനെ പൈസയൊക്കെ എണ്ണി നോക്കുന്ന സമയമാണല്ലോ, അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാഷ് ഈ കണ്ടക്ടറുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇയാൾ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ട ഒരു അയ്യപ്പനാണ്. തുണി കണ്ടാൽ അറിയാം അയ്യപ്പനാണ്. മാഷ് ഇവനോടൊരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഇവനെ തോളിലിങ്ങനെ തട്ടിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ. 18 പടികളും കയറി അവിടെ ചെന്നാൽ എഴുതി വെച്ചത് അതന്നെയാണ്, തത്വമസി എന്നാണ് എഴുതി വെച്ചത്. എന്താ, അത് വേറൊരാളല്ല, അത് നീ തന്നെയാണ്. ഞാൻ ഈ അടുത്ത് കേട്ടൊരു സ്റ്റോറിയുണ്ട്, കഥയല്ല സംഭവമാണ്. ഒരു വയ്യാത്ത അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അച്ഛനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു നഴ്സുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു നഴ്സുണ്ട്. ആ നഴ്സ് വൈകുന്നേരം ആയപ്പോൾ പോയി, രാത്രിയായപ്പോൾ പോയി. വേറൊരു നഴ്സാണ് ഇനി രാത്രി ഉള്ളത്. വേറൊരു നഴ്സാണ് രാത്രി അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഈ നഴ്സ് വന്ന പാടെ അച്ഛനെ കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹത്തിന് തീരെ വയ്യ. തീരെ വയ്യ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷങ്ങൾ പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ പെടച്ചിലും ആ ഒരു പ്രയാസമൊക്കെ കണ്ടപ്പോഴേ നഴ്സ് അദ്ദേഹത്തോട് ചെവിയിൽ ചോദിച്ചു, നിങ്ങളുടെ മകൻ പുറത്തിരിക്കുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് വിളിക്കണോ, അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഇദ്ദേഹം അതിന് മറുപടി ഒന്നും പറയണില്ല, അദ്ദേഹത്തിന് അതിനൊന്നും കഴിയില്ല. അപ്പം നഴ്സ് ഓടിപ്പോയിട്ട് ആ മകനെ വിളിച്ചു. മകൻ ഓടി വന്നു. മകനോട് പറഞ്ഞു, മോൻ ഇവിടെ തന്നെ നിന്നോളൂ കേട്ടോ, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ, അച്ഛന് തീരെ വയ്യ, അച്ഛൻ്റെ കൂടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞു. അച്ഛനോട് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. അച്ഛനെ ഇങ്ങനെ തൊട്ട് തലോടുന്നുണ്ട്, അച്ഛനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നു. അയാൾക്ക് പറ്റുന്ന പോലെയൊക്കെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു പെടച്ചിൽ, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു എന്നറിഞ്ഞ് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും ഓടി വന്ന് എല്ലാവരും ആ അച്ഛൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ മകനില്ലേ, ഈ മകൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ. പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നഴ്സിനോട് ഒരു ചോദ്യം. ആ ചോദ്യം കേട്ട് നഴ്സാകെ അമ്പരന്ന് പോയി. ഇതാരാണ്? അപ്പം നഴ്സ് ചോദിച്ചു, നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛൻ അപ്പുറത്തെ വാർഡില്ല. പിന്നെന്തിനാ നിങ്ങൾ ഓടി വന്നത്? എന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഓടി വന്നു. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഓടി വന്നതാണ്. നഴ്സിനൊന്നും പറയാനൊന്നും കിട്ടിയില്ല. കൈകളിങ്ങനെ കൂപ്പിയിട്ട് പറഞ്ഞു, താങ്ക് യു. ആയുസ്സിൽ കുറച്ച് മനുഷ്യന്മാരെങ്കിലും നമ്മുടെ മുന്നിലിങ്ങനെ നിന്നിട്ട് കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി നിന്ന് താങ്ക് യു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ. താങ്ക് യു.